ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രി ദിവസം അനന്തപുരിക്കാർ ഒഴുകിയെത്തുന്ന ഒരു ശിവക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്ത്. ആഴിമല ശിവക്ഷേത്രം. വിഴിഞ്ഞത്തെ മനോഹരമായ ഒരു ഗ്രാമമാണ് ആഴിമല. ദൈവികതയുടെയും പ്രകൃതിയുടെയും ഒക്കെ ഒരു നിഗൂഢ സംഗമമാണ് ഇവിടെ സംഭവിക്കുന്നത്. ആഴിമലയുടെ മനോഹരമായ തീരപ്രദേശവും സമൃദ്ധമായ ഭൂപ്രകൃതിയും സന്ദർശകരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. കൂടാതെ പ്രശസ്തമായ ആഴിമല ശിവക്ഷേത്രം വെള്ളത്തിന് മുകളിലുള്ള പാറയിൽ സ്ഥിതി ചെയ്യുന്ന പഴയ ക്ഷേത്രമാണിത്. മൈലുകളോളം നമുക്ക് ഇതൊരു ആത്മീയ ചൈതന്യമായി തന്നെയാണ് നിലകൊള്ളുന്നത്. രണ്ട് കൂറ്റൻ പാറക്കെട്ടുകൾക്കും സമുദ്രത്തിനും ഇടയിലുള്ള ഒരു ഇടുങ്ങിയ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ആഴിമല ശിവക്ഷേത്രത്തിന് ആ പേര് ലഭിച്ചത്. ആഴി എന്ന വാക്കിൻ്റെ അർത്ഥം കടലെന്നും മാല എന്നതിൻ്റെ അർത്ഥം കുന്ന് എന്നുമാണ്. അറബിക്കടലിൻ്റെ അരികിൽ മനോഹരമായ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ടതിനാൽ ആഴിമല എന്ന പേര് ക്ഷേത്രത്തിന് അനുയോജ്യം. ചരിത്രപരമായി കടുവകളുടെ സാന്നിധ്യ കാരണം ഇത് ആഴിമല പുളിങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെട്ടു. വിഴിഞ്ഞത്തിന് സമീപമാണ് ആഴിമല. ആഴിമല ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന കടൽ തീരത്താണ് 58 അടി ഉയരത്തിൽ മഹാദേവന്റെ ശില്പം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വിസ്മയവും അത് തന്നെയാണ്. കടൽ തീരത്ത് വലിയ പാറയിൽ കടൽ നിരപ്പിൽ നിന്ന് 20 അടി ഉയരത്തിലായാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമകളിൽ ഒന്നാണ് ആഴിമലയിലെ മഹാദേവ ശില്പം. ഗംഗയെ തലയിലേറ്റി ശാന്തമായ ഭാവത്തിൽ മഹാദേവൻ 4 കൈകളിൽ ഒന്നിൽ തൃശൂലവും മറ്റൊന്നിൽ ഡമരവും കടൽക്കാറ്റിൽ പാറിപ്പറക്കുന്ന തലമുടിയും ശിരസിൽ ചന്ദ്രക്കലയും കഴുത്തിൽ സർപ്പവും ആകാശത്തേക്ക് ഉറ്റുനോക്കുന്നതായി തോന്നിക്കുന്ന കണ്ണുകളും, അങ്ങനെ മഹാദേവന്റെ ശോഭയിൽ തിളങ്ങുന്ന കടൽ തീരവും ഗ്രാമവും ശില്പത്തിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ തേജസ് ചുറ്റിനും പ്രതിഫലിപ്പിക്കുന്നതായുള്ള അനുഭൂതി ഓരോ ഭക്തരിലും നിറയുന്ന അനുഭവമാണ് ആഴിമലയിലുള്ളത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ തിരുവനന്തപുരം സ്വദേശി കൂടിയായ യുവശില്പി ദേവദത്തൻ 6 വർഷം കൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചത്. ശില്പത്തിന്റെ താഴ്ഭാഗത്തായി 3500 സ്ക്വയർ ഫീറ്റിൽ ധ്യാന മണ്ഡപവും ഒരുക്കിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള നിർമ്മാണ ചെലവ് 3 കോടി രൂപയാണ്. തുടക്കത്തിൽ ഒറ്റക്കാലം നിൽക്കുന്ന രൂപത്തിൽ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. പിന്നീട് ഈ പ്രതിമ പ്രദേശത്തിന്റെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിച്ച ശേഷം ഇരിക്കുന്ന നിലയിലുള്ള പ്രതിമയുടെ രൂപത്തിൽ നിർമ്മിക്കുകയായിരുന്നു. ശിവപ്രതിമയ്ക്ക് പുറമെ ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് ആഴിമല ശിവക്ഷേത്രം. ഒരു ജീവൽ സമാധിക്ക് മുകളിലാണത്രേ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇങ്ങനെയാണ് എന്ന ക്ഷേത്രത്തിലെ മേൽശാന്തി ഒരു അവസരത്തിൽ വെളിപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ ശിവദേവന് പുറമെ ഇരുവശങ്ങളുമായി ഗണപതി പാർവതി പ്രതിഷ്ഠകളുമുണ്ട്. പഞ്ചപാണ്ഡവരാണ് ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായി പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമൻ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഉറവയുമുണ്ട്. കടൽക്കരയിലാണെങ്കിലും ഉപ്പുരസമില്ലാത്ത വെള്ളമാണ് ഇതിൽ നിന്ന് വരുന്നത് എന്നതാണ് മറ്റൊരു അതിശയം. ശ്രീനാരായണ ഗുരുവുമായും ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ ശേഷം ഗുരു ആഴിമലയിൽ വന്നിരുന്നു എന്നാണ് വിശ്വാസം. പ്രദേശത്തെ ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ ഗുരു ക്ഷേത്രം പണിയാൻ നാട്ടുകാരോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.